ഹലോ, കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു റോട്ടറോവ ഗവൺമെൻറ് ഗാർഡൻസ് ഉണ്ട്, അവിടേക്ക് വന്നതാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇത് റോട്ടറോവയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക് സ്പോട്ടുകളിലൊന്നാണ്. ഇത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. ആ കാണുന്നതാണ് റോട്ടറോവ മ്യൂസിയം. കയറി വരുമ്പോൾ തന്നെ നിറയെ പൂക്കളുള്ള ചെടികളാണ്, നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു 3 മണിയായപ്പോൾ ഇറങ്ങിയതാണ്, പക്ഷേ നല്ല വെയിലായിരുന്നു. ഇവിടെ സൈഡിലായിട്ടൊരു ചെറിയ കുളം ഉണ്ടായിരുന്നു. അതിൽ ഓറഞ്ചും ബ്ലാക്കും കളറിൽ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ അതിൽ തന്നെ ആ കുളത്തിൽ തന്നെ താമര ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള 10 മണിച്ചെടിയില്ലേ, അതിൻ്റെ പല കളറുകളിലുള്ള പൂക്കളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജമന്തിപ്പൂക്കളുടെ പോലെ പല നിറത്തിലുള്ള ഒരുപാട് പൂക്കളുകൾ. നല്ല രസമുണ്ട് കാണാൻ. വെയിലുണ്ടെച്ചാലും നല്ല കാറ്റ് വീശുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നമുക്ക് അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിട്ട് സുഖമായിട്ട് പോവാം. നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഉണ്ടാവില്ലേ ഗോൾഡൻ ഫിഷ്, അതിൻ്റെ വലിയ മീൻ പോലത്തെ മീനായിരുന്നു കേട്ടോ. അത് കാണുന്നുണ്ടോ? ഞങ്ങളത് നോക്കിയിട്ട് കുറച്ച് നേരം ഇവിടെ തന്നെ നിന്നു. ആ അറ്റത്തൊരു വലിയൊരു കുളം കാണുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. നേരത്തെ കണ്ട പോലത്തെ ഒരു കുളം തന്നെയാണ് ഇത്. കുറച്ച് വലിയ കുളമാണ്. അതിൻ്റെ ആ അറ്റത്ത് കുറച്ച് താമരകൾ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നിറയെ പൂപ്പലാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള പന്നൽ ചെടിയില്ലേ, അതുപോലത്തെ ഒരു ചെടിയാണ്. അതുതന്നെയാണോ എന്നറിയില്ല, പക്ഷേ ഇവിടെ നല്ല വലുപ്പമായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഒരു പൂക്കൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അത് ഒരേ ടൈപ്പ് ചെടി തന്നെ പല കളറിലുള്ള പൂക്കളാണ്. അതിൽ നല്ല റെഡ്, പിങ്ക്, വൈറ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. ഒരു പൂമെത്ത പോലെ ഉണ്ട്. ഇവിടെയുള്ള പൂക്കളിലൊക്കെ നിറയെ തേൻ കുടിക്കാൻ വരുന്ന തേനീച്ചകളെ കാണാം കേട്ടോ. ഇതുണ്ടോ, ഇതിൽ കണ്ടില്ല ഒരെണ്ണം? അങ്ങനെ നിറയെ കണ്ടു ഞാൻ ഇവിടെ, വലിയ വലിയ തേനീച്ചകൾ. താമരപ്പൂവൊന്ന് തൊട്ട് നോക്കാൻ തോന്നി. കാരണം എന്താ വെച്ചാൽ ഇതിൽ വെള്ളം കുറവാണ്. പക്ഷേ തൊട്ടില്ല കേട്ടോ. കുണ്ടുണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ. വെള്ളമൊക്കെ കുറവാണ്, പക്ഷേ ചളി നനഞ്ഞിട്ടിരിക്കുകയായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പതുക്കെ നീങ്ങി. അപ്പുറത്തെ സൈഡിലൊരു റോസ് ഗാർഡൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവാൻ വിചാരിച്ചു.
അവിടെ ഒരു വലിയ മരം നിൽക്കുന്നുണ്ടോ. അതിൻ്റെ പിന്നിൽ കാണുന്നതാണ് റോട്ടറോവ മ്യൂസിയം. ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ്. 2016 ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ അതിന് കുറച്ച് കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ കണ്ടില്ലേ, ഒരു 2 കൊല്ലം കൂടി കഴിയുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. ഈ റോസസ് കണ്ടോ, എന്ത് ഭംഗിയല്ലേ, കളർ കണ്ടോ. ഗാർഡനേഴ്സ് കോട്ടേജ് എന്നറിയപ്പെടുന്ന ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങാണ് കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഈ റോസസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ഗാർഡനുകളിൽ നിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്നൊരു കെട്ടിടമാണിത്. ഈ ഗാർഡൻ മൊത്തത്തിലൊന്ന് കറങ്ങി വരണമെങ്കിൽ ഏകദേശം ഒരു 1-2 മണിക്കൂറെങ്കിലും എടുക്കും. അത്രയും സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ. സൂര്യാന്തിപ്പൂകളൊക്കെ നല്ല വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാതാണ് ഈ റോസ് ഗാർഡൻ. ഇതിൽ പല കളറിലുള്ള റോസ് മാത്രം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലൈറ്റ് പിങ്ക്, പീച്ച്, ഡബിൾ ഷെയ്ഡുള്ളത്, റെഡ്, വൈറ്റ്, യെല്ലോ, പല കളറിലുള്ള റോസ് പൂക്കൾ ഇവിടെ ഉണ്ട്. പൂക്കളൊക്കെ ഒരുവിധം കുറഞ്ഞിരിക്കണു, എന്നാലും ചിലതിലൊക്കെ ഇപ്പോഴും പൂക്കളായിട്ട് ഇരിക്കുന്നുണ്ട്. റോസസിൽ റെഡ് റോസ് എപ്പോഴും ഫസ്റ്റ് തന്നെയല്ലേ. അതിൽ പക്ഷേ പൂക്കൾ കുറവായിരുന്നു കേട്ടോ, 1-2 പൂക്കൾ മാത്രമേ നന്നായിട്ടുള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്രീപ്പർ വെച്ചിട്ടൊരു റെസ്റ്റിംഗ് പ്ലേസ് കൂടി ഉണ്ടായിരുന്നു. അവിടെ ആൾക്കാർ ബുക്കൊക്കെ വായിച്ചിട്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടി വെയിലാറിക്കഴിഞ്ഞ് ഇനിയും കുറച്ചും കൂടി ആൾക്കാരൊക്കെ വരും. ഇപ്പോൾ ചൂടായതുകൊണ്ട് ആളുകൾ കുറവാണ്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 20 ഡിഗ്രി ഒക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കര ചൂടായിട്ട് തോന്നും. നാട്ടിൽ ഒരു 20, 28, 30 വന്നാലും നമുക്ക് അത്ര ചൂട് തോന്നില്ല. പക്ഷെ ഇവിടെ 20 ഡിഗ്രി ആകുമ്പോഴേക്കും നമുക്ക് നല്ല ചൂട് തോന്നിക്കും. ഇവിടെ ഒരു കുട്ടികളുടെ പാർക്കുണ്ട്. അവിടെ വന്നപ്പോൾ കണ്ടോ വലിയൊരു മരം. ഇത് ഭയങ്കര വലിയ മരം കേട്ടോ. അതിൽ നിറയെ ഇലകൾ തിങ്ങി അതിൻ്റെ ചുവട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല മഴ പെയ്താലും കൂടി കൊള്ളില്ല.
ഇതിലേ പോയാൽ നമുക്ക് റോട്ടറോവ ലേക്കിലേക്ക് പോകാം. പാർക്കിൻ്റെ അപ്പുറത്തൊരു ചെറിയ കുന്ന് കണ്ടപ്പോൾ അതിൻ്റെ അപ്പുറത്തെ എന്താ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് കയറി നോക്കിയതാട്ടോ. വലിയ കുന്നൊന്നുമല്ല, ചെറിയ കുന്നാണ്. പക്ഷെ ഞങ്ങൾ കയറി അതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒന്നുമില്ല, താഴെ വരെ ഒരു ഗ്രൗണ്ട് പോലെ മാത്രം. ഇന്നത്തെ കറക്കം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ ഇന്നത്തെ ഫുള്ള്.